എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 120-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ. കിച്ചു വന്ന് വീട്ടിൽ കയറിയതേ ദീനാമ്മച്ചി അവനെ ചോദ്യം ചെയ്യാനായി ഇറങ്ങി. എന്താണ് ഇത്ര വൈകിയത് എന്നായിരുന്നു പ്രധാനമായും അറിയേണ്ടിയിരുന്നത്. കൃത്യമായി സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചെറുക്കൻ വിവരമൊന്നും പറയാതെ ഇന്ന് ഇത്രയധികം നേരം വൈകി വരാൻ പാടുണ്ടായിരുന്നോ? അതുകൊണ്ട് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക വ്യഥ മുഴുവനും ദീനാമ്മ അങ്ങോട്ട് പറഞ്ഞു പിടിപ്പിച്ചു. ഇത്ര നേരം വഴി നോക്കിയിരുന്നതല്ലേ. മനഃപൂർവ്വം വൈകിയതാണെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല. ആമ്പിള്ളേരാണ്, കയ്യിൽ ആവശ്യത്തിന് പണവുമുണ്ട്. നിയന്ത്രണം വേണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇടയ്ക്ക് 1-2 തവണ അങ്ങനെയൊന്നും പറയണ്ട എന്ന രീതിയിൽ വക്കച്ചൻ ചേട്ടൻ ഇടപെട്ടു. വക്കച്ചൻ ചേട്ടനെ ആംഗ്യം കാണിച്ചതൊന്നും ചേടത്തി കണ്ടുപോലുമില്ല. കണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പറയാൻ വിചാരിക്കാൻ അല്പം താമസമുണ്ടെങ്കിലും തുടങ്ങിയാൽ നിൽക്കാനും അതേ താമസം വരും. പറഞ്ഞത് മുഴുവൻ സമാധാനപൂർവം നിന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചു വായ തുറന്നത്. ആരെങ്കിലും പറയുന്നതിനിടയിൽ കയറി സംസാരിക്കരുതെന്ന് വൈദികർ അവനെ പഠിപ്പിച്ചതാണ്. ഞാനിന്ന് കോതമംഗലത്തെത്താൻ തന്നെ താമസിച്ചിരുന്നു. അതുകൊണ്ട് നേരത്തെ ഇവിടെ എത്തുന്ന വണ്ടി കിട്ടിയില്ല. അവിടെ നിന്ന് പിന്നെ കിട്ടിയത് ലാസ്റ്റ് ബസ്സാണ്. അതിന് വന്നിറങ്ങി കൂടെയുണ്ടായിരുന്ന അനുവിനെ കൊണ്ടുപോയി കോൺവെൻറ്റിൽ വിട്ടു. അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോഴാണ് റെജിയെ കണ്ടത്. അവനോട് അല്പസമയം വർത്തമാനം പറഞ്ഞു നിൽക്കേണ്ടി വന്നു. കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് പ്രായമായവരെ വിഷമിപ്പിക്കണോ എന്ന് ഒരു നിമിഷം അവൻ ആലോചിച്ചു. എന്നാൽ കാര്യം മുഴുവൻ പറയാതെ ഈ അമ്മച്ചി സമ്മതിക്കുകയുമില്ല. തന്നെയുമല്ല, വിവരങ്ങൾ മുഴുവൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം അപ്പച്ചൻ്റെ കയ്യിൽ നിന്നും കിട്ടിയേക്കാം. അതും ചിലപ്പോൾ ഉപകാരപ്പെടും. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും തനിക്കില്ല. അവരൊക്കെ കൂടുതൽ കാലം ജീവിച്ച മനുഷ്യരല്ലേ. അവസാനത്തെ ബസ്സിന് വരികയും ചെയ്തിട്ട് പിന്നെയും കുറേ സമയം എവിടെയോ ചുറ്റിത്തിരിഞ്ഞ് അതും കഴിഞ്ഞ് ഈ അസമയത്താണോ കൂട്ടുകാരനോട് വർത്തമാനം പറയാൻ നിൽക്കുന്നത്? വീട്ടിൽ ഞങ്ങൾ കാത്തിരിപ്പുണ്ട് എന്നറിയില്ലായിരുന്നോ? സമയത്ത് വരേണ്ടതല്ലേ. ആ കാര്യം അവനോട് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പോരണ്ടേ? അമ്മച്ചി നല്ല കലിപ്പിലാണ്. ഇനിയും ചിലപ്പോൾ വഴക്ക് പറയും. അർഹതയുണ്ടായിട്ടല്ലേ പറയുന്നത് മുഴുവനും കേട്ടേക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങ് ചോദിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഈ അമ്മച്ചി എന്തിനാ കൊച്ചുപിള്ളേരോട് ചോദിക്കുന്നത് പോലെ എന്നോട് ചോദിക്കുന്നത് എന്നൊന്നും വിചാരിക്കരുത്. അത് ഞാൻ സമ്മതിക്കുകയുമില്ല. വിചാരിച്ചാലും ഞാൻ പറയാതിരിക്കുകയുമില്ല. കേട്ടല്ലോ. അതിന് കൂട്ടുകാരനോട് ലോഹ്യം പറഞ്ഞു നിന്നതല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഞാനത് വിശദമായി പറയാം. അവർ 3 പേരും അകത്തേക്ക് കയറിപ്പോയി. ഭക്ഷണമുറിയിലെ കസേരകളിൽ മുഖാമുഖം ഇരുന്നു. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ കിച്ചു വക്കച്ചൻ ചേട്ടനോടും ചേടത്തിയോടും പറഞ്ഞു. അയ്യേ, അവനെന്നാ നട്ടലില്ലാത്ത ചെറുക്കനാണ്. പെണ്ണിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വളഞ്ഞ വഴിയിലൂടെ അവളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ നോക്കുകയാണോ ചെയ്യേണ്ടത്? അവനെന്നാ പന്നനാണ് എന്നോർത്ത് നീ അതൊന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കുകയുമില്ല. തൻ്റെയും ചിന്താഗതി അതുതന്നെ. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ചെയ്യാൻ അവന് കഴിയും. അതുകൂടി മനസ്സിൽ കണ്ടിട്ട് മാത്രമേ തീരുമാനം പറയാവൂ. വെറുതെ ചാടിക്കയറി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അത്ര നല്ല ചിന്താഗതിക്കാരനൊന്നുമല്ല. നല്ല രീതിയിലൊന്നും ആയിരിക്കില്ല അവൻ പണമുണ്ടാക്കിയത്. അതിൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ അവൻ കാണിക്കുന്നത്. ഏതായാലും നീ വിട്ടുകൊടുക്കാനൊന്നും നിൽക്കണ്ട.
അവന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവനങ്ങ് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ പോലും നമുക്ക് വില തരില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാനും കഴിയില്ല. ഞാൻ പറയാനുള്ള എൻ്റെ തീരുമാനം കൃത്യമായി അവനോട് പറഞ്ഞതാണ്. ആ കാര്യം പറയാൻ വേണ്ടിയാണ് അന്ന് അവൻ ഇവിടെ വന്നത്. അന്ന് തന്നെ ഞാൻ തീരുമാനവും പറഞ്ഞതാണ്. മാത്രവുമല്ല, അവന് ചെറുപ്പം മുതലേ കാര്യമറിയാവുന്നതുമാണ്. എന്നിട്ടും പിന്നെയും പിന്നാലെ നടന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലാണ് ഒരു അസ്വസ്ഥത. വക്കച്ചൻ ചേട്ടൻ തൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അല്പം വിശദമായി തന്നെ ഒരു ഉപദേശം കിച്ചുവിന് നൽകി. അത്രയും സമയവും അമ്മച്ചി മിണ്ടാതിരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒറ്റ ബുദ്ധിക്കാരുടെ കാര്യമാണ് വളരെ സൂക്ഷിക്കേണ്ടത്. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ എന്തും ചെയ്തു കളയും. ഏതെങ്കിലും സാഹചര്യത്തിൽ ജോലി കഴിഞ്ഞു വരുന്ന വഴിക്ക് അവൻ ആ പെൺകൊച്ചിനെ പിടിച്ച് വണ്ടിയിലെങ്ങാനും ഇട്ട് കൊണ്ടുപോയാൽ പോലും അതിശയിക്കാനില്ല. ഇത്തരക്കാർക്ക് അങ്ങനെയൊക്കെയേ ചെയ്യാൻ തോന്നുകയുള്ളൂ. അതുകൊണ്ട് അവളോടും അല്പം സൂക്ഷിക്കണം എന്ന് പറയുക. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് തന്നെ വന്നാൽ മതി. അല്ലാത്ത ഒരു സാഹചര്യവും വരുത്തരുത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചൻ പറയുന്നത് കേട്ടാൽ പേടിച്ച് ജീവിക്കണമെന്ന് തോന്നുമല്ലോ. നീ എങ്ങും ആരെയും പേടിച്ച് ജീവിക്കുകയൊന്നും വേണ്ടടാ. ധൈര്യമായി നട്ടെല്ല് നിവർത്തി നിന്ന് കാര്യം പറയുക. വരുന്നതിനെ നേരിടുക. നിനക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ സഹായത്തിന് ഞങ്ങളുണ്ട്. വേണമെങ്കിൽ എൻ്റെ ബന്ധുക്കളുമുണ്ട്. അവന്മാരും അത്ര മോശമൊന്നുമല്ല. അവന്മാരുടെ മക്കളും എപ്പോൾ വേണേലും എൻ്റെ ആവശ്യത്തിന് ഇവിടെ വരും. തല്ലണേൽ തല്ലും, കുത്തണേൽ കുത്തും. ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വരുന്നവനെ വെറുതെ വിട്ട സ്വഭാവം എൻ്റെ ആങ്ങളമാർക്കും മക്കൾക്കും ഇല്ല. ദീനാമ്മച്ചിക്ക് ദേഷ്യം വരാൻ ഇച്ചിരി താമസമാണെന്നേ ഉള്ളൂ. ദേഷ്യം വന്നാൽ പിന്നെ എളുപ്പത്തിൽ ഒന്നും അടങ്ങില്ല. ഒരുമാതിരി ഈട്ടിത്തടിക്ക് തീ പിടിച്ച പോലെ എരിഞ്ഞു നിൽക്കും. അന്ന് വരാനും വൈകി. പിന്നെ കുറേ സമയം സംസാരിച്ചും ഇരുന്നതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയം സാധാരണയേക്കാൾ 2 മണിക്കൂർ കൂടി മുന്നോട്ട് പോയി. എന്നാൽ പോലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമല്ലാതെ അവർ ഉറങ്ങാറില്ല. അന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ ദീനാമ്മച്ചിക്ക് ഒരു പ്രത്യേക നിയോഗമുണ്ടായിരുന്നു. അത് കിച്ചുവിൻ്റെയും അനുവിൻ്റെയും കാര്യമായിരുന്നു. അത് പറഞ്ഞ് ദീനാമ്മച്ചി പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകത കിച്ചുവിന് അമ്മച്ചിയോട് തോന്നി. തങ്ങളോട് അത്രമാത്രം സ്നേഹമുണ്ടായിട്ടായിരിക്കുമല്ലോ നിരന്തരം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ബലമുണ്ടെങ്കിൽ പിന്നെ ഒരു അപകടത്തിലും ചെന്ന് ചാടാതെ ഞങ്ങളെ ദൈവം കാത്തുകൊള്ളും. ആ ശക്തിക്ക് മുകളിൽ പിന്നെ മറ്റൊരു ശക്തിയുമില്ല താനും. ബാക്കിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ശക്തിയൊക്കെ വെറും താൽക്കാലികമാണ്. ഭക്ഷണവും കഴിച്ച് അന്നവർ ഉറങ്ങാൻ പോയപ്പോഴേക്കും പാതിരാത്രിയാകാനായി. അന്ന് അനുവിനും കണക്കിന് വഴക്ക് കിട്ടി. പ്രധാനമായും അത്ര കഠിനമായ വഴക്ക് പറഞ്ഞത് സമയം വൈകി വന്നതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും 10 മിനിറ്റ് കൂടി വൈകി കാണും. കോൺവെൻറ്റിലേക്ക് അത്രയും വൈകി വരാൻ പാടില്ല എന്ന വിവരം അറിയാമായിരുന്നിട്ട് കൂടി അത്രയും വൈകിയത് നിയമങ്ങളോടുള്ള അവഹേളനമാണ്. അത് വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നും അങ്ങനെ വെച്ച് പൊറുപ്പിച്ചാൽ മറ്റുള്ളവർക്ക് ഉതപ്പിന് കാരണമാകും എന്നും 1-2 സിസ്റ്റർമാർ കാര്യമായി വാദിച്ചു. അനുവിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ പോലുമില്ലായിരുന്നു. കുഞ്ഞു സിസ്റ്റർക്ക് പകരം വന്ന ലിനി സിസ്റ്റർ അനുവുമായി നല്ല കൂട്ടായിരുന്നു. മിക്കപ്പോഴും അനുവിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നതുമായിരുന്നു ലിനി സിസ്റ്റർ. എന്നാൽ ഇന്ന് മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയിരിക്കുകയാണ്. അനുകൂലിച്ചും പറഞ്ഞില്ല, പ്രതികൂലിച്ചും പറഞ്ഞില്ല. ഇവരുടെയൊക്കെ വൈരാഗ്യത്തിന് കാരണം റജിയുമായുള്ള വിവാഹത്തിന് താൻ സമ്മതിക്കാത്തതാണ് എന്ന് അനുവിന് നല്ലപോലെ അറിയാം. എന്നാൽ അത് സമ്മതിച്ചിട്ട് ഇവരാരും തന്നെ സ്നേഹിക്കണമെന്നില്ല. അതൊക്കെ കാര്യം കാണാനുള്ള സ്നേഹപ്രകടനം മാത്രം. അങ്ങനെ ഒരു ഇടപാടിന് താനൊട്ട് സമ്മതിക്കില്ല താനും. സാധാരണ പറയാറുള്ളത് മുഴുവൻ അനു മിണ്ടാതെ നിന്ന് കേട്ടു. പിന്നെയും അവർ നിർത്താൻ ഭാവമില്ല. ഇല്ലാത്തതും ഉള്ളതുമെല്ലാമായി പിന്നെയും അവർ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ പറഞ്ഞപ്പോൾ സഹികെട്ട് അനു പറഞ്ഞു,
എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. വരുന്ന വഴിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എനിക്ക് എടുത്തു മാറ്റാൻ കഴിയുന്നതാണോ? അല്ല എന്ന് നിങ്ങൾക്കും അറിയാം. പിന്നെ വഴക്ക് പറയാൻ വേണ്ടി പറയുക മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കോതമംഗലത്തും കോൺവെൻ്റ് ഉണ്ടല്ലോ. അങ്ങോട്ടേക്ക് എനിക്ക് താമസ സൗകര്യം ശരിയാക്കിയാൽ മതി. ഞാൻ അവിടെ താമസിച്ചോളാം. അപ്പോൾ പിന്നെ ഞാൻ വൈകി വരുന്ന വകയിൽ ആർക്കും ഉതപ്പുണ്ടാവുകയില്ലല്ലോ. സ്വന്തക്കാരും ബന്ധുക്കളും ആരും അന്വേഷിക്കില്ല. ആകെ അവളുടെ കാര്യം നോക്കാൻ വേണ്ടിയുള്ളത് ഈ കോൺവെൻറ്റിലെ സിസ്റ്റർമാരാണ്. എന്നിട്ടും അവരോട് എതിർത്ത് പറയാൻ മാത്രം വളർന്നു. ആ ജോലിയുടെ ബലം മാത്രമാണ് അതിന് കാരണം. ഇവിടെ നിന്നല്ലേ അതിനു പോലും പഠിച്ചത്. സ്വന്തമായി വരുമാനമുള്ളവർ പിന്നെ എന്തിന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം എന്നായിരിക്കും വിചാരം. അഹങ്കാരം, അല്ലാതെ അതിനെന്തു പറയും? ഇവിടെ നിന്നും താമസം പോയാൽ പിന്നെ മാസം മാസം കിട്ടുന്ന പണം അവിടുത്തെ കോൺവെൻറ്റുകാർക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സമ്മതിക്കില്ല. മാത്രവുമല്ല, ഇവിടെ നിന്നും കൊടുക്കുന്ന എഴുത്തില്ലെങ്കിൽ അവിടെ നിർത്തുകയുമില്ല. അവിടെ നിൽക്കണമെങ്കിൽ തന്നെ ഇവിടെ നിന്നുള്ള എഴുത്ത് വേണമല്ലോ. അത് ഞങ്ങൾ തരുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തു ചെയ്യും? അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് ജോലി കഴിയുന്നതേ കിട്ടുന്ന വണ്ടിക്ക് നിരത്തും തട്ടിന് പോരുക എന്നതാണ്. മദർ അത്രയും കൊണ്ട് നിർത്തി. പിന്നെയും തുടർന്നത് സീനിയറായ മറ്റൊരു സിസ്റ്ററാണ്. അവർക്കായിരുന്നു കൂടുതൽ കലിപ്പ് തന്നെ രജിക്ക് വിൽക്കാത്തതിന്. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ വന്ന് കയറുക, അല്ലാതെ അവൻ്റെ കൂടെ വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. അവൻ ഇടുക്കിയിൽ നിന്ന് വരുന്ന അത്രയും സമയം കോതമംഗലത്ത് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നീ വൈകുന്നത് എന്നും ഞങ്ങൾ അറിഞ്ഞു. അവനെന്താ തനിയെ വരാൻ അറിയില്ലേ? ആരും ആനയിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അറിഞ്ഞെങ്കിൽ തന്നെ ആര് പറഞ്ഞിട്ടായിരിക്കും അറിഞ്ഞത് എന്ന് തനിക്ക് നന്നായി അറിയാം. അവൻ പറയുന്നതാണല്ലോ ഇവർക്ക് വേദവാക്യം. കൂടുതൽ പണമുള്ള മറ്റൊരുവൻ വന്ന് പറഞ്ഞാൽ അവനായിരിക്കും പിന്നെ ഏറ്റവും വലിയവൻ. അങ്ങനെ ഇപ്പോൾ ഇവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുന്നില്ല. താൻ ഇവിടെ നിന്നും വെറുതെ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും തൻ്റെ വല്യപ്പച്ചൻ എഴുതി തന്ന 3 ഏക്കർ റബ്ബർ തോട്ടം തൻ്റെ പേരിൽ തന്നെയാണ്. ഇവിടെ നിന്നും കത്ത് തരുന്നില്ലെങ്കിലും മാർഗമുണ്ട്. കോതമംഗലത്ത് താമസിക്കാൻ വേറെയും സ്ഥലങ്ങളൊക്കെ കിട്ടും. ഞാൻ പിന്നെ അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഞാൻ ആ മാർഗം തന്നെ സ്വീകരിച്ചുകൊള്ളാം. അനു അത്രയും പറയുമെന്ന് അവർ ആരും വിചാരിച്ചില്ല. അതുകൊണ്ട് മറുപടിയായി എന്തു പറയണമെന്ന് മദറിനോ സീനിയറായ മറ്റു സിസ്റ്റർമാർക്കോ പെട്ടെന്ന് പിടികിട്ടിയില്ല. കൊന്തയിലെ കുരിശുരൂപത്തിൽ കൈപിടിച്ച് തിരിച്ചുകൊണ്ട് മദർ അവിടെ നിന്നും സ്ഥലം വിട്ടു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ ദിവസവും വായിക്കട്ടെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കണേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. ഓക്കേ.